എന്റെ സംശയം പ്രസാദ്, ഈ നിലയ്ക്ക് പോയാൽ BJP രണ്ടാം സ്ഥാനത്തുണ്ടാകുമോ എന്നുള്ളത് കൂടിയാണ്. ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് BJP ആണ്. ഈ നിലയ്ക്ക് അവസാനിച്ചാൽ ഈ നിലയിൽ പോയാൽ അതായത് ഇനിയുള്ള 5-6 റൗണ്ടുകളിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നീട് BJP രണ്ടാം സ്ഥാനത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പിന്നെ വരാൻ പോകുന്നത് കോൺഗ്രസിന്റെ അതിശക്ത കേന്ദ്രമായ സൗത്ത്, ഈസ്റ്റ് തുടങ്ങിയ മേഖലകളിലാണ്. സൗത്ത് മേഖലയിൽ UDF അതുപോലെ ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ പിരായിരി, മാത്തൂർ, കണ്ണാടി തുടങ്ങിയ സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം തന്നെ LDF-നും UDF-നുമാണ് ലീഡുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിലുള്ള ലീഡ് വരാൻ സാധ്യതയില്ല. BJP ലീഡ് വരേണ്ടെങ്കിൽ ആദ്യത്തെ 7 റൗണ്ടിലേക്ക് BJP ലീഡ് വരേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 റൗണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ BJPയുടെ ലീഡ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കൃഷ്ണകുമാറിനെതിരെ ഈ തുടക്കം മുതലുള്ള വിയോജിപ്പുകൾ അത് വോട്ടിലും പ്രതിഫലിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്ദീപ് വാര്യർ മാത്രമല്ല, അവരുടെ പ്രവർത്തകരുടെ കൂടി ഈ അതൃപ്തി ഈ വോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ കൽപ്പാത്തിയിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ അല്ല വരേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ട് 5ഉം 6ഉം റൗണ്ട് BJP സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അവിടെ ലീഡിലേക്ക് വരാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ലീഡിൽ വന്നാൽ പോലും വലിയ ലീഡിലേക്ക് വന്നാൽ മാത്രമാണ് അവർക്ക് വിജയം നേടാൻ കഴിയുള്ളൂ. അല്ലല്ല എങ്കിൽ രാഹുലിനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് പോകും. പ്രസാദാണ് നൽകുന്നത്. 1418 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഇപ്പോഴത്തെ നില. 5834 എന്ന ഏതാണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് ചേലക്കരയിൽ UR പ്രദീപിന്റെ ലീഡ് നില ഉയർന്നിട്ടുണ്ട്. 1 ലക്ഷത്തിനടുത്ത് പ്രിയങ്ക. അതെ, 3ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ അതുകൊണ്ടാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലീഡ് നില എന്ന് നമുക്ക് പറയാനാകുന്നത്. 1 ലക്ഷത്തിനടുത്തേക്ക് എത്തുകയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് നില. 90,160 എന്ന വലിയ നമ്പറിലേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട്. അവർ സ്വാഭാവികമായിട്ടും 2 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് ഭൂരിപക്ഷം പോകുമെന്നാണ് UDF പ്രവർത്തകർ അവിടെ പ്രതീക്ഷിക്കുന്നത്. ആ നിലക്ക് അതിനല്പം അങ്ങോട്ട് മാറ്റിവെക്കാം. നമുക്ക് പാലക്കാടും ചേലക്കരയുമായിട്ട് കേന്ദ്രീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് അതായിരിക്കും കേൾക്കാൻ ഇഷ്ടം. 5834 വോട്ടുകൾക്ക് 3ാം റൗണ്ട് പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുന്നിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം വിജയിക്കും എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാവുന്ന ഒരു നിലയുണ്ട്. ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം മുൻകാലത്തില്ലാത്തതിന് പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണം, നല്ല സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനം, നല്ല ഒത്തൊരുമയോടുള്ള പ്രവർത്തനം അവിടെ നടന്ന സ്ഥലമാണ് UDF. അത് തള്ളിക്കളയാവുന്നതല്ല. എനിക്ക് തോന്നുന്നു ഹർഷൻ, ഇവിടെ പാലക്കാട്ട് 1418 എന്ന ഈ നില, സമാനമായിട്ടുള്ള നില മുൻനിർത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയാണെങ്കിൽ പോലും അവിടെ വിജയം അവകാശപ്പെടാവുന്ന ഒരു നില LDF-ന് ഇത്തവണ ഉണ്ടാകുമെന്നാണ്. രണ്ടാം സ്ഥാനത്താണെങ്കിലും ഒരുപക്ഷെ 3ാം സ്ഥാനത്തായാൽ പോലും. തീർച്ചയായും അതായത് അത് വോട്ട് നില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബൂത്തുകളിൽ എണ്ണിത്തീരുമ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടുകളിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. കാരണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ രണ്ടാം സ്ഥാനത്തേക്ക്, അതായത് മത്സരം എന്നത് LDF-ഉം UDF-ഉം തമ്മിൽ എന്ന് LDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആ നിലയിലേക്ക് അവർക്ക് എത്താൻ കഴിയും. മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ മാധ്യമ വിമർശനം, പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ ആക്രമണം, ഇതിനെയൊക്കെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു റിസൾട്ടായി ഇത് ഇടതുമുന്നണിക്ക് ലഭിക്കും എന്ന് നമുക്ക് കരുതേണ്ടി. കാരണം ചേലക്കര വിജയിക്കുകയും ഇവിടെ UDF പാലക്കാട് രണ്ടാമതെത്തുകയും ചെയ്താൽ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ജനവിധി എതിരായിട്ട് LDF-ന് എതിരെ വന്നപ്പോൾ ഞാൻ പലയിടങ്ങളിലും പറഞ്ഞ ഒരു കാര്യം, ഇത്തവണ ഈ ഭരണവിരുദ്ധ വികാരം എന്നതിലെ രോഷം ജനം വോട്ടിലൂടെ രേഖപ്പെടുത്തിയെങ്കിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്താൻ ഇടയില്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഏതാണ്ട് ഞാൻ പറഞ്ഞ ആ കാര്യം ശരിയാകുമോ എന്നറിയുന്നൊരു തോന്നലായിട്ട് ഈ പാലക്കാട്ടെ വിധി എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ ചേലക്കരയും അതെ നിശ്ചയമായിട്ടും. പാലക്കാട്ട് CPM നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കളിൽ ഒരാളായിട്ട് സരിൻ എന്ന മുൻ കോൺഗ്രസ് നേതാവ് മാറും. ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ കൈ കൊടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഷാഫി പറമ്പിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ് അവിടുത്തെ, അതായത് പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു ജനനേതാവായിട്ട് മാറും എന്നതിനുള്ള സൂചന ഒരുപക്ഷെ ഇവിടെ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ. ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സാഹചര്യത്തെക്കുറിച്ചാണ്. രണ്ടാമതോ ഒരുപക്ഷെ മൂന്നാമത് തന്നെ വോട്ട് ശതമാനം കൂട്ടിയിട്ട് LDF വരികയാണെങ്കിൽ സരിനെ CPM നേതൃത്വത്തിനും തള്ളിക്കളയാൻ പറ്റില്ല, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയാൻ പറ്റാത്തൊരു നേതാവായിട്ട് സരിൻ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതിനകത്ത് ഇപ്പോൾ എൻ്റെ പ്രശ്നം, അവിടെ അധികാരമുള്ള കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി, BJPക്ക് ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റി, അത് പാലക്കാടാണ്. ഏറ്റവും ശക്തമായി BJP നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ പാലക്കാട് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലൊക്കെ പോകുമ്പോൾ മറ്റു പല പ്രദേശങ്ങളിലും ഇപ്പോൾ CPIM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ ഏറ്റവും സജീവമായിരിക്കുന്ന ഒരു പ്രദേശത്ത് പോകുന്നതിനേക്കാൾ മികച്ച ഒരു പ്രതികരണം നമുക്ക് കിട്ടുന്ന ഒരു ഓഫീസാണത്. അവിടെ അത്രയധികം വളരെ സജീവമായി കാര്യങ്ങൾ
നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ തിരിച്ചടി. അവിടെ തിരിച്ചടി. അതായത് നമ്മള് കുട്ടിക്കലാശ ദിവസം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ പ്രവർത്തകരെല്ലാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്വാനം മുഴുവൻ വിനിയോഗിച്ചിട്ട് വേർത്ത് കുളിച്ച് അവർ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ നടക്കുമ്പോൾ ഒരു 6:45-7 മണിയോട് കൂടിയിട്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ അപ്പോൾ സജീവമായിട്ട് ആൾക്കാരുണ്ട്. അവരപ്പോൾ അടുത്ത ലാസ്റ്റ് പ്രചരണത്തിന് വേണ്ട സാധനം കൊണ്ടുപോവാണ്. എന്നിട്ടും ഈ തിരിച്ചടി നേരിടുന്നുണ്ടെങ്കിൽ അത് അതായത് RSS സജീവമായി താഴെത്തട്ടിൽ എല്ലായിടത്തും പ്രചാരണത്തിന് എത്തുകയും ഈ BJP പ്രവർത്തകർ പ്രചാരണത്തിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടും തിരിച്ചടി നേരിടുകയാണെങ്കിൽ അവിടെ വ്യത്യസ്തതയുള്ള ഒരു പാർട്ടി എന്ന് മറ്റേതെങ്കിലും തരത്തിൽ ഇനി അവകാശപ്പെട്ട് നിൽക്കാൻ BJPക്ക് കഴിയും.